മൃതശരീരങ്ങൾ വിൽപ്പനയ്ക്ക്. നല്ല നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീനിവാസന്റെ മരണത്തിന് ശേഷവും നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും സർവോപരി സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ കലാജീവിതവും കുടുംബജീവിതവും വ്യക്തിജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ട നിരവധി വിശേഷങ്ങളും അനുഭവ കഥകളും ഓർമ്മക്കുറിപ്പുകളും ഊഹാപോഹങ്ങളും ഇല്ലാ കഥകളുമൊക്കെ ഇപ്പോഴും നിറയുകയാണ്. മരിച്ചു കഴിഞ്ഞ വ്യക്തി തിരിച്ചു വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അത്തരത്തിൽ ഞാനും ശ്രീനിവാസനും എന്ന ആദ്യ വരിയോടുകൂടി തുടങ്ങുന്ന ഓർമ്മക്കുറിപ്പുകളും പലയിടങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസന്റെ മരണത്തെ പതിവ് പോലെ മലയാളത്തിലെ വാർത്താ ടെലിവിഷൻ ചാനലുകൾ സ്വീകരിച്ചത് മൃതദേഹത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ തങ്ങൾക്ക് എന്ന നിലയ്ക്കുള്ള അഭിമാന അവകാശവാദ പ്രകീർത്തനങ്ങളുമായിട്ടാണ്. അവസാനം ചിതയിൽ നിന്നുയർന്ന പുകച്ചുരുളുകളിലേക്ക് കൂടി ക്യാമറ തുറന്നു വയ്ക്കുകയും ചെയ്തു. ടെലിവിഷൻ ചാനലുകളുടെ ക്യാമറകൾ മാത്രമല്ല, നൂറുകണക്കിന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ക്യാമറകളും സാധാരണക്കാരായ ജനക്കൂട്ടത്തിൻ്റെ ആയിരക്കണക്കിന് മൊബൈൽ ക്യാമറകളും ഈ ദിവസങ്ങളിലുടനീളം ശ്രീനിവാസൻ്റെ മൃതദേഹത്തിനൊപ്പം സെൽഫികൾക്കും വീഡിയോകൾക്കുമായിട്ട് തിക്കും തിരക്കും കൂടി. അന്ത്യാഞ്ജലിയും അന്ത്യാഭിവാദ്യവും അർപ്പിക്കാനെത്തിയ സിനിമാ നടീനടന്മാരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും കഴിയുമെങ്കിൽ അവർക്കൊപ്പം ഒരു സെൽഫി നേടുവാനും മൃതശരീരത്തിനരികിൽ മത്സരിച്ചവരും അനവധിയാണ്. ശ്രീനിവാസൻ തന്നെ നാടോടിക്കാറ്റ് എന്ന ചലച്ചിത്രത്തിൽ സിനിമയ്ക്കകത്ത് IV ശശി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി അഭിനയിക്കാൻ ഒരു വേഷം ചോദിച്ച് അവസാനം നടൻ സോമൻ്റെ തോക്കും കൈക്കലാക്കി ഓടുന്നത് പോലെ ശ്രീനിവാസൻ്റെ മൃതദേഹത്തിനരികിൽ നിന്ന് ഏതെങ്കിലും സിനിമാ നടൻ്റെ സെൽഫിയും എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ കുതിക്കുക എന്നത് വലിയൊരു മനോരോഗമാണ്. വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകർ കൂടി ഉൾപ്പെടുന്ന മലയാളിയുടെ ഇത്തരം മനോരോഗങ്ങളെ പരിഹാസത്തിൻ്റെ ഭാഷയിൽ വിമർശിച്ച സംവിധായകനും നടനും കൂടിയാണ് ശ്രീനിവാസൻ. എന്നിട്ട് അദ്ദേഹത്തെ തന്നെ മരണശേഷവും അതേ മനോരോഗ മനസ്സുമായി മലയാളികളിൽ പലരും സമീപിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. താരമൂല്യമുള്ള സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ അവരുടെ ഡെഡ് ബോഡി എന്നത് വിൽപ്പന മൂല്യമുള്ള ഒരു ഉൽപ്പന്നമായിട്ട് മാറും. ആ മൃതദേഹത്തെയും അതുമായി ബന്ധപ്പെട്ട ബന്ധുക്കളടക്കമുള്ള മനുഷ്യരുടെ വേദനയെയും ഏറ്റവും ആദ്യം ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിച്ചാൽ ലൈക്കുകളുടെയും റീച്ചുകളുടെയും വ്യൂസിൻ്റെയും അടിസ്ഥാനത്തിൽ വരുമാനം നമ്മുടെ പോക്കറ്റിലേക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ മൃത മാംസ വ്യാപാരത്തിൻ്റെ ലക്ഷ്യം. അന്തരിച്ച വ്യക്തിയോടുള്ള അഗാധമായിട്ടുള്ള ആത്മബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വന്നു ചേർന്ന ആയിരക്കണക്കിന് സാധാരണ പ്രേക്ഷകരെ ഉദ്ദേശിച്ചല്ല ഇവിടെ ഇത് പറയുന്നത്. അവർ നിശബ്ദരായിട്ട് വന്നു, അവസരം ലഭിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞു, നിശബ്ദരായി തന്നെ അവർ മടങ്ങി. എന്നാൽ അതല്ലാത്ത ആർത്തിബാധിതരായ മറ്റ് ചില ആയിരങ്ങളുണ്ട്. അവരെക്കുറിച്ച് പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് കൂടി ഈ നിമിഷങ്ങളിൽ പ്രസക്തമാണ്. പരേതർക്കും സ്വകാര്യത ആവശ്യമുണ്ട് എന്നാണ് സുസ്മേഷ് കുറിപ്പിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിൽ മരിച്ചുപോയവരുടെ മാന്യതയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി ആദ്യം വാദിച്ചത് നവാബ് രാജേന്ദ്രനാണ്. തനിക്ക് ലഭിച്ച പുരസ്കാര തുകകളും മറ്റ് സംഭാവനകളും എറണാകുളം ജനറൽ ആശുപത്രിയിൽ മികച്ച സൗകര്യങ്ങളുള്ള മോർച്ചറി പണിയുന്നതിനായിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. ആ വിഷയത്തിൻ്റെ മറ്റൊരു വശം അന്നത്തേക്കാൾ ഇന്ന് 10 മടങ്ങായിട്ടുണ്ട്. മോർച്ചറികളുടെ കാര്യത്തിലല്ല എന്ന് മാത്രം, അത് പരേതരുടെ സ്വകാര്യതാ നഷ്ടമാണ്. നവാബ് പ്രശ്നം ഉന്നയിച്ച കാലത്ത് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംപ്രേഷണ സൗകര്യങ്ങളില്ലായിരുന്നു. അത്യാവശ്യം സ്വകാര്യത ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ലഭിക്കുമായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. എന്തുമേതും ആദ്യം പുറത്തുവിടാനും പിന്നെ പ്രചാരണത്തിനും ലൈക്കിനും ഷെയറിനും വരുമാനത്തിനുമുള്ള സ്രോതസ്സുകളാക്കി മാറ്റാനും മത്സരിക്കുന്ന രീതികൾ പതിവുകളായി. ഇവിടെയാണ് പ്രശസ്തരായ മനുഷ്യരുടെയും അവരെ സ്നേഹിക്കുന്നവരുടെയും ഗതികേടും നിസ്സഹായതയും സംഭവിക്കുന്നത്. ഒരാളുണ്ടാക്കിയ പ്രശസ്തിയെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരും അവരും വിറ്റുകാശാക്കുന്നത് അനുവദനീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് വേണമെങ്കിൽ കരുതാം. അത് മരണവേളയിലും വേണമെന്ന് വാശി പിടിക്കുന്നത് പൗരധർമ്മത്തിനും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾക്കും പുറത്തു പോകുന്ന കാര്യമാണ്. സ്വകാര്യതാ ലംഘനമാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളും വാർത്താമാധ്യമങ്ങളും മൊബൈൽ കയ്യിലേന്തിയ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറുകളും അക്കാര്യം ഓർക്കണം. നമ്മുടെ സംസ്ഥാനം ഇതിനും കൂടി മാതൃകയാവേണ്ടതില്ലേ? പ്രശസ്തനായ ഒരു വ്യക്തി ആകസ്മികമായോ അനിവാര്യമായോ മരണത്തിന് വിധേയനാകുമ്പോൾ അത് പുറം ലോകത്തെ കാണിക്കുന്നതിന് പെരുമാറ്റച്ചട്ടം ഉണ്ടാവേണ്ടതുണ്ട്. ആശുപത്രിയിൽ വച്ചാണ് മരണമെങ്കിൽ ശവശരീരം പുറത്തു കാണിക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞതിന് ശേഷമേ മാധ്യമങ്ങളെയും മൊബൈൽ ഫോൺ കയ്യിൽ ഓണാക്കി വരുന്ന പൊതുജനത്തെയും അകത്ത് കയറ്റാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സമയ ക്രമീകരണവും നടത്തേണ്ടതുണ്ട്.
പിന്നീട് പൊതുദർശനമുണ്ടെങ്കിൽ അവിടെ മാധ്യമങ്ങളെയും മൊബൈൽ ഫോൺ ധാരികളെയും അനുവദിക്കാം. അതല്ലാതെ വീട്ടിൽ നടക്കുന്ന പൊതുദർശനമാണെങ്കിൽ ഇത്തരം പരിപാടികൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഫോണുകൾ വാങ്ങിവെച്ചിട്ട് സന്ദർശകരെ അനുവദിക്കുക. ഏറ്റവും നല്ലത് വീട്ടുകാർ തന്നെ ആവശ്യമുള്ള വീഡിയോ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ വീട്ടുകാർക്കോ കൂടെ നിൽക്കുന്നവർക്കോ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സമയോചിതമായിട്ട് ഇടപെടാനോ നിയന്ത്രിക്കാനോ സാധിക്കാതെ വരും. പ്രശസ്തരുടെ കാര്യത്തിലുള്ള ഒരു ഗതികേട് എന്ന് പറയുന്നത് അവർ പൊതുസ്വത്താണ് എന്ന വാദവുമായിട്ട് പലരും മുന്നോട്ട് വന്നേക്കുമെന്നതാണ്. മരണത്തിന് മുന്നിൽ ഒന്നുമില്ല എന്ന് നാം തിരിച്ചറിയണം. മരണവീടുകളിലെ ജീവിച്ചിരിക്കുന്നവരുടെയും സ്വകാര്യത ലംഘിച്ച് ആർത്തലച്ചെത്തുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ പലപ്പോഴും വീട്ടുകാരുടെയും പരേതനെ സ്നേഹിക്കുന്നവരുടെയും ധർമ്മസങ്കടങ്ങളും അമർത്തിപ്പിടിച്ച അമർഷവുമാണ് നമ്മൾ കാണുന്നത്. പൊട്ടിത്തെറിക്കാതെ അവർ ആത്മസംയമനം പാലിക്കുന്നത് ഇടിച്ചു കയറുന്നവരോടുള്ള ബഹുമാനം കാരണമല്ലെന്നും നിസ്സഹായത കാരണമാണ് എന്നും നാം ഉൾക്കൊള്ളണം. അപ്രശസ്തരായ പരേതരുടെ നേരെയും സ്വകാര്യതാ ലംഘനം സംഭവിക്കാൻ പാടില്ല. പക്ഷേ അപ്രശസ്തരെ ഇത്തരക്കാർക്ക് വേണ്ടാത്തതിനാൽ അതുണ്ടാവുന്നില്ല എന്ന് മാത്രം. പ്രശസ്ത വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിലേക്കും ആശുപത്രിയുടെ ഉള്ളിലേക്കും ആളുകൾ ഇടിച്ചു കയറുന്ന സാമാന്യ മര്യാദയില്ലാത്ത പ്രവൃത്തിയിൽ കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രി അധികൃതർ ദ്രുതഗതിയിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. സർക്കാർ ഇടപെടേണ്ടതാണെങ്കിൽ സർക്കാർ ഇടപെട്ട് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം. എല്ലാവരും അത് അംഗീകരിക്കുകയും വേണം. പരേതൻ്റെ ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും മാത്രമല്ല, പരേതന് തന്നെയും സ്വകാര്യത ജീവിച്ചിരിക്കുമ്പോൾ എന്ന പോലെ മരിച്ച ശേഷവും ആവശ്യമുണ്ട് എന്ന് നാം ഓർക്കണം. മരണം ആരിലും വേദനയും ദുഃഖവും കടുത്ത മനപ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. മരിച്ച വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നും നമുക്കറിയാം. പിന്നെന്തിനാണ് ഈ സംപ്രേഷണ മത്സരങ്ങൾ? എന്തിനാണ് ഈ മൊബൈൽ ചിത്രീകരണങ്ങൾ? വേർപെട്ടുപോയവരെക്കുറിച്ച് ഓർത്ത് നിയന്ത്രണങ്ങളില്ലാതെ കരയാനും ദുഃഖിക്കാനും മനുഷ്യന് അവസരമൊരുക്കേണ്ടതില്ലേ? എല്ലാം ആഘോഷവേളകളല്ല എന്ന് നാം ഓരോരുത്തരും ഓർമ്മിക്കണം. സഭ്യതയും വിവേകവും മര്യാദകളും മാന്യതകളും സന്ദർഭമനുസരിച്ച് നാം കാണിക്കണം. ഏതൊരു പ്രശസ്തനും ജീവിച്ചിരിക്കുമ്പോൾ ഉറ്റവർക്കും ഉടയവർക്കും പ്രിയപ്പെട്ടവർക്കും മുന്നിൽ താരപരിവേഷമുള്ള പ്രശസ്തനായിരുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പച്ചയായ മനുഷ്യരാണ് അവരും അവരുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ മരണശേഷം എന്തിനത് അംഗീകരിക്കാതിരിക്കണം? ആഡംബരത്തോടെ വിദേശത്തേക്ക് പോയ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശ്രീദേവി ആകസ്മികമായ മരണത്തെ തുടർന്ന് തിരികെ വന്നത് ശവശരീരത്തിൻ്റെ തൂക്കം നോക്കി അതിനുള്ള വില അടച്ചിട്ടാണ് എന്ന് നാം മറക്കരുത്. അതായത് ഏത് പ്രശസ്തിയും മരണത്തിന് മുന്നിൽ ഒന്നുമല്ല. പരേതൻ പ്രശസ്തനായാലും അപ്രശസ്തനായാലും മരണത്തിന് ഒരുപോലെ അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ. അതിനാൽ അവരുടെ സ്വകാര്യതയും ദുഃഖവും നമ്മളെപ്പോഴും അംഗീകരിക്കണം. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ശ്രീനിവാസൻ്റെ മരണത്തെ തുടർന്ന് ചിത വരെ നീണ്ട ആക്രമണോത്സുകമായ ചിത്രീകരണ സംപ്രേഷണ ദുരന്തം കണ്ടിട്ട് മനം മടുത്തിട്ടാണ്. കേരളത്തിൽ ഒരാൾ മരിച്ചാൽ മതമനുസരിച്ച് നടക്കുന്ന ആചാരങ്ങളും ചടങ്ങുകളും എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം അറിയുന്നതല്ലേ. പിന്നെ എന്തിനാണ് അതിൻ്റെ എല്ലാം വിശദമായ സാക്ഷ്യപ്പെടുത്തലുകൾ? പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞ MT വാസുദേവൻ നായരുടെ മരണാനന്തര വേളയിലും ഇക്കാര്യങ്ങൾ നമ്മൾ കണ്ടു. മൃതശരീരം വൈദ്യുത ശ്മശാനത്തിലേക്ക് നീക്കി വെക്കുന്നത് കൂടി കാണിച്ച് മരണം ബോധ്യപ്പെടുത്തിയിട്ടേ മാധ്യമങ്ങളും ആരാധകരും അന്യരുടെ ദുഃഖം ആഘോഷമാക്കുന്ന പരാന്നഭോജികൾ മാറിയുള്ളൂ. അതനുവദിക്കാൻ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ. അല്ലാത്തവർ ഇടപെടുകയാണെങ്കിൽ അതിനെ അഹങ്കാരമായും പരേതൻ്റെ പ്രശസ്തിയോടുള്ള വിരക്തിയായിട്ടും കണക്കാക്കാതിരിക്കുക. പരേതർക്കും സ്വകാര്യതയും സ്വസ്ഥതയും നിശബ്ദതയും ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുക. പൊതുജനങ്ങളോടുള്ള അഭ്യർത്ഥന കൂടിയാണ് ഇത് എന്ന് എഴുതിക്കൊണ്ടാണ് കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വന്നേക്കാൻ സാധ്യതയുള്ള ഒരു മറുവാദം എന്ന് പറയുന്നത് ഈ പറയുന്ന താരമൂല്യവും കലാമൂല്യവും സാഹിത്യമൂല്യവും രാഷ്ട്രീയ മൂല്യവും എല്ലാമുള്ള വ്യക്തികളുടെ മരണാനന്തര ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എത്തിച്ചേരാൻ കഴിയാത്ത ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവർ മരണവീട്ടിലെത്തിയതുപോലുള്ള ഒരു അനുഭവം സൃഷ്ടിക്കാനാണ് ഈ തത്സമയ സംപ്രേഷണങ്ങൾ എന്നായിരിക്കും. അതായിരിക്കും അതിന് വരുന്ന ഒരു വ്യാഖ്യാനവും വിശദീകരണവും ന്യായവും. കാസർഗോട്ടുള്ളവർക്ക്, തിരുവനന്തപുരത്തുള്ളവർക്ക് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് ആ മരിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് വന്ന് നേരിട്ട് പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കടിച്ചമർത്തിയിരിക്കുന്നവർക്ക് ഞങ്ങളിതാ വലിയ സഹായം ചെയ്തു കൊടുക്കുന്നു തത്സമയ സംപ്രേഷണത്തിലൂടെ എന്നായിരിക്കും അതിന് വരുന്ന ഒരു വ്യാഖ്യാനം. മരിച്ച വ്യക്തിയുടെ മക്കൾക്ക് മനസ്സ് തുറന്നൊന്ന് കരയാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ മുഖങ്ങളോട് ചേർന്ന് കുത്തിത്തിരുകപ്പെടുന്ന മൈക്കുകളും ഫോണുകളും എന്നത് എന്തൊരു അനീതിയാണ്.
ഉള്ളു പൊട്ടിയുള്ള കരച്ചിലാണ് ഏത് മരണത്തിലും ബന്ധുക്കൾക്ക് ആ വ്യക്തിയുടെ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ആ മനുഷ്യർക്ക് സ്വാഭാവികമായി മനോഘടന നൽകിയിട്ടുള്ള വികാര വിരേചന മാർഗമാണ് അത്. ആ പൊട്ടിക്കരച്ചിലോടെ അവരുടെ ആത്മവേദനയുടെ പകുതിയിലധികം തീരും. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക് എന്ന് ചോദ്യം വരുന്നത് അതുകൊണ്ടാണ്. നീ നിനക്കിഷ്ടമുള്ളതുപോലെ പൊട്ടിക്കരയെ, ആർത്തലച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടാണെങ്കിൽ പോലും ആ വിഷമം നിന്നിൽ നിന്ന് പോകട്ടെ, എന്തിനിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മരണ വീടുകളിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു മരണ വീട്ടിൽ ഒരു വ്യക്തിക്ക് കരച്ചിൽ വരാത്ത രീതിയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പോയിട്ട് കരയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അത്രമേൽ വലിയ വിഷാദ രോഗത്തിലേക്ക് അത് മാറും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആർത്തലച്ച് കരയുക, ആരെയും പരിഗണിക്കാതെ, ആരെയും നോക്കാതെ, ക്യാമറകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരപ്പെടാതെ ആർത്തലച്ച് കരയുക എന്നുള്ളത് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവകാശമാണ്. ഇവിടെ അതിനനുവദിക്കാതെയാണ് നൂറുകണക്കിന് മാധ്യമ ക്യാമറകളും അതിലിരട്ടി സാമൂഹ്യ മാധ്യമ ഫോൺ ക്യാമറകളും അവർക്ക് നേരെ തിരിയുന്നത്. അലമുറയിടുന്ന കരയുന്ന സ്ത്രീകളുടെ മാറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ, താരങ്ങളാണെങ്കിലും കരയുമ്പോൾ മുഖത്ത് വരുന്ന വക്രീകരണങ്ങൾ, ഇതൊക്കെയും ചിത്രീകരിക്കാൻ പാകത്തിന് സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ഒരു മാധ്യമത്തിനും അവകാശമില്ല. എന്ന് മാത്രമല്ല, ആ നെറികേടിന് നിന്നുകൊടുക്കാൻ തോന്നാതിരിക്കുക എന്നതാണ് മാധ്യമങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്യുന്നത്. സിനിമയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം കരയുന്ന രംഗങ്ങളാണ്. ചിരിക്കുന്ന രംഗങ്ങൾ പൊതുവെ എളുപ്പത്തിൽ ചിത്രീകരിക്കാൻ കഴിയും. പക്ഷെ കരയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കരയുന്ന സമയത്ത് നമ്മളുടെ മുഖം, ഒരു മനുഷ്യൻ്റെ മുഖം ഏറ്റവും കൂടുതൽ കോമാളിവൽക്കരിക്കപ്പെടുകയും വക്രീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കരയുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും അത്തരം വേളകളിൽ പരമാവധി സൂപ്പർതാര ഇമേജുകളുള്ളവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കരയുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ വക്രീകരണം വരാതെ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചിത്രീകരണം നടത്തണം എന്നുള്ള രീതിയിൽ അവർ സംവിധായകരോട് ആവശ്യപ്പെടാറുണ്ട്. കാരണം കരയുക എന്ന് പറയുന്നത് മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. അതിനെയാണ് ഈ പറയുന്ന ക്യാമറകളുടെ വലിയ കൂട്ടം തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. മരണാനന്തരവും സ്വകാര്യതയും അന്തസ്സും കാത്തുസൂക്ഷിക്കപ്പെടാനുള്ള മൃതദേഹത്തിൻ്റെ അവകാശം കൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ മൃതദേഹത്തെ ഒരു എഴുന്നള്ളത്തിലെ ആനയായും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരെ ഉത്സവക്കൂട്ടമായും കാണുന്നതിന് പകരം മരിച്ച വ്യക്തിയുടെ ജീവിതം, കല, രാഷ്ട്രീയം, സേവനങ്ങൾ, അതിൽ നിന്ന് സമൂഹത്തിന് മാതൃകയാക്കാവുന്ന കാര്യങ്ങൾ എന്നിവയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളുടെ കണ്ണുകൾക്ക് എന്തുകൊണ്ട് നീങ്ങിക്കൂടാ എന്നുള്ള ചോദ്യമാണ് നമുക്ക് പ്രധാനമായിട്ടും ഉയർത്താനുള്ളത്. താരാമൃത ശരീരങ്ങളുടെ തത്സമയ സംപ്രേഷണം എന്ന് പറയുന്നത് വിൽപ്പന മൂല്യമുള്ള ഒന്നായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് ഉചിതമാണോ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അന്ത്യാഭിവാദ്യം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഇവയെല്ലാം അതിനുശേഷം വാർത്തയായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു സംസ്കാര രീതിയിലേക്ക് സ്വയം സംസ്കരിക്കപ്പെടാനുള്ള സംസ്കാരം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ വലിയൊരു വിഭാഗം പ്രേക്ഷകർ തിരിച്ച് പറയുമായിരിക്കും, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കപ്പെടുന്നത് മുതലുള്ള താരമൃതശരീരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ചിത കൊളുത്തുന്നതിൻ്റെയും പുക ഉയരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ തത്സമയം. നിങ്ങളത് തത്സമയം കാണിച്ചില്ലെങ്കിൽ കാണിക്കുന്ന ചാനലിലേക്ക് ഞങ്ങൾ കണ്ണുകൾ മാറ്റും എന്ന് പൊതുസമൂഹത്തിലെ പ്രബലരായ ഒരു ഭൂരിപക്ഷ വിഭാഗം പറയുന്നുണ്ട് എങ്കിൽ, വലിയൊരു വിഭാഗം പ്രേക്ഷകർ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലോ, ആ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി റേറ്റിംഗ് വർദ്ധിപ്പിക്കലാണോ പ്രധാനം, അതോ മാധ്യമ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കുകയാണോ എന്നുള്ള ചോദ്യവും വന്നേക്കാം. എന്തായാലും പ്രശസ്തരുടെ മൃതദേഹങ്ങൾ ഇനിയുള്ള കാലത്തും വിൽപ്പന വസ്തുവായിട്ട് മാറിയേക്കും. നടൻ ഇന്നസെൻ്റ് മരിച്ചപ്പോൾ അടക്കുന്നതിന് മുൻപ് അവസാനമായി മേക്കപ്പ് മാൻ മുഖത്ത് ചായം പുരട്ടുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടത് ഓർമ്മയിലേക്ക് തികട്ടി വരികയാണ്. ഇന്നസെൻറ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിലാഷം അല്ലെങ്കിൽ അന്ത്യാഭിലാഷമായിരുന്നുവോ അത് എന്നുള്ളത് വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഇത്രയും കാലം സിനിമയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി എന്നുള്ളതിലേക്ക് ആ വ്യക്തി അടക്കപ്പെടുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മുഖം വൃത്തിയാക്കുക, സാധാരണഗതിയിൽ അത്തരത്തിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ട് കുളിപ്പിക്കുകയും വൃത്തിയോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യുക എന്നതിനെ അവസാനമായിട്ട് ചമയമണിയുന്നു എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും അതിലൂടെ മാധ്യമങ്ങൾക്ക് ഒരു അധിക വൈകാരികത ഉൽപ്പാദിപ്പിക്കാനും ആ അധിക വൈകാരികതയിൽ നിന്ന് അധിക വരുമാനത്തിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി നാം അതിനെ കാണേണ്ടതുണ്ട്. ഈ ഒരു മൃതദേഹ സംപ്രേഷണം, അങ്ങനെയാണ് അതിനെ പറയാൻ കഴിയുക. ഈ മൃതദേഹ സംപ്രേഷണത്തിലെ ഏറ്റവും ക്രൂരവും അപഹാസ്യവുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്
മരിച്ച വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ പുലർത്തിയ ആദർശങ്ങളോട് നേരെ വിപരീതമായ കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ പറയുക എന്നുള്ളതാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്തിലുടനീളം ഏത് ആദർശത്തിൽ ഉറച്ചു നിന്നിരുന്നുവോ, ഏത് പ്രത്യയശാസ്ത്ര ബോധ്യത്തിൽ നിന്നിരുന്നുവോ, അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് തിരിച്ച് ചോദ്യം ചോദിക്കാനും തന്നെക്കുറിച്ച് ചേരാത്ത കാര്യം പറഞ്ഞതിനെ ചെകിട്ടത്തടിച്ച് ചോദ്യം ചെയ്യാനും കഴിയാത്ത ഒന്നാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ തികഞ്ഞ ഭൗതികവാദിയും പരിപൂർണ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെ തത്സമയം മിക്കവാറും ചാനലുകളും ആഘോഷിച്ചത് എങ്ങനെയായിരുന്നു? VSൻ്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വാഹനം ഇതാ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, VSൻ്റെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു എന്നിങ്ങനെയൊക്കെയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഭൗതികദേഹമെന്നോ ആത്മീയദേഹമെന്നോ വ്യത്യാസമില്ല, അത് മൃതദേഹം മാത്രമാണ്. VSൻ്റെ ഭൗതികദേഹം ദാ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം VSൻ്റെ ആത്മീയദേഹം മറ്റെവിടെയോ മാറി നിന്ന് സ്വന്തം സംസ്കാര ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം വീക്ഷിച്ചിരുന്നുവെന്നാണോ? എന്തായാലും കേരളത്തിലെ പത്ര, ദൃശ്യ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒബിച്വറി അഥവാ നിര്യാണ വാർത്തകൾ തയ്യാറാക്കിയിരുന്നവരെ താരതമ്യേന അപ്രസക്തരായ വിഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും, പ്രധാനമായിട്ടും പത്രങ്ങളിൽ മരിച്ചവരുടെ വാർത്തകൾ എഴുതുക, നിര്യാണക്കുറിപ്പുകൾ എഴുതുക, അന്തരിച്ചു, നിര്യാതരായി, ഇന്ന സ്ഥലത്ത് ആയിരുന്ന ഇന്ന പദവികൾ വെച്ചിരുന്ന ഇന്ന ആൾ മരിച്ചു, ഇത്ര വയസ്സായിരുന്നു, ഡാഷ് 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 എന്നിവരാണ് ബന്ധുക്കൾ. ഇങ്ങനെ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു വിഭാഗമാണ്, അവഗണിക്കപ്പെട്ട വിഭാഗം എന്നുള്ള നിലയ്ക്കാണ് പത്രമാധ്യമങ്ങൾ കണക്കാക്കപ്പെട്ടിരുന്നത്, ഒബിച്വറി എഴുതുന്നവർ. ഇന്ന് അവർ ജേർണലിസത്തിലെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള ഹൈ പ്രയോറിറ്റി വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇനി അടുത്തു തന്നെ മരിക്കാൻ സാധ്യതയുള്ള മഹാസാഹിത്യകാരന്മാർ, ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള മഹാനടന്മാരും നടികളും, രാഷ്ട്രീയ VIP-കൾ, മതസാമുദായിക നേതാക്കൾ എന്നിവരുടെ എല്ലാം ആരോഗ്യനില നോക്കിയിട്ട് എന്നത്തേക്കുണ്ടാവും എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ് സംവിധാനം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന വാർത്ത ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ടോയ്ലറ്റ് സംവിധാനം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരു ഹോട്ടലിലെയും ടോയ്ലറ്റിൽ പോയി ഇരുന്നാൽ അദ്ദേഹം അവിടെ നിന്ന് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിസർജ്യ വസ്തുക്കൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ മരിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇത്ര വയസ്സായിട്ടും ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ, എന്തൊക്കെ ആണ് അദ്ദേഹം കഴിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ടോയ്ലറ്റ് കൂടി കൊണ്ടുപോകുന്നത്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ മരണാനന്തര തത്സമയ സംപ്രേഷണ വിൽപ്പന മൂല്യത്തിന് വേണ്ടി മരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക എടുത്തു വയ്ക്കുക, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതിലേക്ക് ക്രൗര്യമായൊരു മനസ്സോടുകൂടി മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം എല്ലാ മരണ വീട്ടിലും ഓടിയെത്തി സെൽഫി എടുത്തില്ലെങ്കിൽ ഫേസ്ബുക്ക് റീച്ച് കുറയുമെന്ന് വിചാരിക്കുന്ന നാട്ടുകാർ വേറെയും. കുറ്റവിമുക്തരാക്കപ്പെട്ട താരങ്ങളുടെ വീടിന് മുകളിലേക്ക് മാത്രമല്ല ഇനിയുള്ള നാളുകളിൽ ചാനലുകളുടെ ഹെലിക്യാമ്പുകൾ പോകാൻ പോകുന്നത്. മരിച്ച താരങ്ങളുടെ ആത്മാവുകൾ ആകാശങ്ങളിലേക്ക് ലയിക്കുന്ന അപൂർവ കാഴ്ച ഫസ്റ്റ് ഓൺ ഞങ്ങളിൽ എന്ന് എഴുതി കാണിക്കാൻ കൂടി പ്രത്യേക ഹെലിക്യാമ്പുകൾ തയ്യാറാക്കപ്പെടുന്നു. അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ എന്ന് ചാക്കാല എന്ന കവിതയിൽ കടമ്മനിട്ട് രാമകൃഷ്ണൻ എഴുതിയതിനെ അങ്ങേലെ സെലിബ്രിറ്റി പോയോടി നമ്മൾക്ക് പോയൊന്ന് വിൽക്കേണ്ടേ എന്നാവുന്നു കാര്യങ്ങൾ. ഒരു ഭാഗത്ത് ഇങ്ങനെ മൃതദേഹത്തിൻ്റെ മരണാനന്തര സ്വകാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് ജീവിച്ചിരിക്കെ ഉന്നതമായ മാനവിക ചിന്ത കൊണ്ടും ശാസ്ത്രബോധം കൊണ്ടും സ്വന്തം ശരീരം മരണാനന്തരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കണമെന്ന് എഴുതി വച്ചവരെ പോലും മരണാനന്തരം ബന്ധുക്കൾ ആ തീരുമാനത്തെ അട്ടിമറിച്ചിട്ട് സ്വന്തം അന്ധവിശ്വാസ, വർഗീയ, സാമുദായിക, മതാചാര പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളിലേക്ക് വലിച്ചിട്ട് അപമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജീവിച്ചിരിക്കുന്ന സെലിബ്രിറ്റികൾ, ജീവിച്ചിരിക്കുന്ന VIP-കൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നേരെ നൂറുകണക്കിന് ക്യാമറകളും മറ്റും സ്വന്തം ശരീരത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയാവണം എന്ന് നിബന്ധനയോടുകൂടി എഴുതി വെക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സാധാരണഗതിയിൽ വിൽപത്രങ്ങൾ എഴുതി വയ്ക്കുക എന്നത് മാത്രമാണ് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ദൗത്യമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരത്തെ അനാവശ്യമായിട്ട് ഒരു ക്യാമറയും പകർത്താൻ പാടുള്ളതല്ല, എൻ്റെ മൃതശരീരത്തിലേക്ക്, എൻ്റെ മൃതശരീരത്തിൻ്റെ നിന്നോന്നതങ്ങളിലേക്ക്, അതിൻ്റെ രൂപഭാവങ്ങളിലേക്ക് ഒരു ക്യാമറയും വന്ന്
കുത്തിയെടുപ്പ് നടത്താൻ പാടുള്ളതല്ല. എൻ്റെ മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്ത് വിൽപ്പന മൂല്യമുണ്ടാക്കാമെന്ന് വിചാരിച്ച് വരുന്ന ഒരുത്തിനെയും കടത്തിവിടരുത് എന്ന് ഞാൻ ഇതിനാൽ എഴുതി വയ്ക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള കുറിപ്പുകൾ തയ്യാറാക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഇതേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മരിച്ചു കഴിയുന്നതോടുകൂടി ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്രസക്തമായി തീരുന്ന അവസ്ഥ വരുന്നു. എത്രയോ ദയാലുക്കളായിട്ടുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് കാഴ്ചയായിട്ട് സ്വന്തം കണ്ണ് മാറണമെന്ന് വിചാരിച്ചുകൊണ്ട്, സ്വന്തം കരൾ മരണശേഷം മറ്റൊരു വ്യക്തിക്ക് ജീവിക്കുന്ന കരളായിട്ട് മാറണമെന്ന് വിചാരിച്ചുകൊണ്ട്, സ്വന്തം ഹൃദയം അതിനുശേഷം കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുമെങ്കിൽ അതുപോലും നൽകാൻ കഴിയണമെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം അവയവങ്ങൾ ദാനം ചെയ്യാൻ എഴുതി വച്ച വിശാല മനസ്കരായിട്ടുള്ള ആളുകളെയും മരണാനന്തരം ബന്ധുക്കൾ എന്ന് പറയുന്ന ശത്രുക്കൾ അപമാനിക്കുന്ന കാഴ്ച, ആ അവയവങ്ങൾ കൊടുക്കരുത്, അത് കൊടുത്താൽ ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിലോമകരമായ അവസ്ഥയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ താരങ്ങളുടെ മൃതദേഹങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കപ്പെടുന്ന സംസ്ഥാനമാകാതിരിക്കട്ടെ കേരളം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് വിട. നന്ദി.